ഹലോ ഹായ്. ഇത് നമ്മൾ കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. കുറേ കാലം മുമ്പ് നമ്മൾ കൊല്ലത്ത് താമസിച്ചിരുന്ന സമയത്ത് എൻ്റെ വീടിനടുത്തുള്ളൊരു വീട്, അവിടെ ആദ്യം വാടകക്കാരായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വാടകക്കാരെ ഒഴിപ്പിച്ച് വീട് ക്ലീൻ ചെയ്ത് എൻ്റെ ഓണർ തന്നെ താമസിക്കാൻ തുടങ്ങി. അത് നമ്മളെ വന്ന് പരിചയപ്പെട്ട് 3 കുഞ്ഞുങ്ങൾ, ഭാര്യ ഭർത്താവ് ആണ് അവിടെ താമസം. ഒരു ആഴ്ചയൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ഒരു സൗണ്ട് ബഹളമൊക്കെ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടി വി വെച്ചേക്കുന്ന ടിവിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റാണ്. അപ്പം അതിനകത്ത് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള സൗണ്ടുകൾ വളരെ കുറച്ചേ കേൾക്കുള്ളൂ. കാരണം എയർ ഹോൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീടാണ് എൻ്റെ വീട്. AC വെച്ചിരിക്കണം. അപ്പം നമ്മൾ ഡോർ തുറന്നിടുവാണെങ്കിലും ജനൽ തുറന്നിടുവാണെങ്കിലും മാത്രമേ ഔട്ട് സൈഡിൻ്റെ സൗണ്ട് കേൾക്കൂ. പുറത്ത് ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കഥകും ജനലൊന്നും തുറന്നിടാറില്ല. പ്രായമായ അമ്മയാണുള്ളത്. അപ്പം ഞാൻ കോടതിയിൽ പോയി കഴിയുമ്പോൾ കുഞ്ഞ് സ്കൂളിലും പോയി കഴിയുമ്പോഴത്തേക്ക് ആരും പിന്നെ അതിനകത്ത് നമ്മൾ ഒന്നും പറയാനില്ല. അപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഞാൻ LLM പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. LLM പഠിക്കുന്ന സമയമാണ് അല്ല. സോ ഞാനിപ്പം അവനെ സ്കൂളിൽ വിട്ട് ഞാൻ കോടതിയിൽ പോകും, തിരിച്ചു വരിക, നമ്മൾ വീട്ടിൽ കയറുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ വന്ന് പരിചയപ്പെട്ടു, അത്രയേ ഉള്ളൂ. അങ്ങനെ കുഴപ്പമില്ല. നല്ല 3 കുഞ്ഞുങ്ങൾ, നല്ല സൂപ്പർ, നല്ല സുന്ദരികളായ 3 കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കാണും, ഹായ് എന്ന് പറയും. അത്രയൊക്കെയുള്ള ആ ഒരു പരിചയമാണ് ഇവരോട്. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓളിയത്തിലാണ് TV വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഓളിയത്തിലാണ് TV വെക്കുന്നതെന്ന് നമ്മൾ വരുമ്പോഴേ ഭയങ്കര സൗണ്ട് കേൾക്കും. അപ്പം ഞാൻ അതിന് വെച്ച് TV ആണെന്ന്. പിന്നീട് ഞാൻ മുകളിലെ ബാൽക്കണിയിൽ പോയി നോക്കിയപ്പോൾ മതിലിൻ്റെ അതിൽ പ്രൊജക്ടർ വെച്ചിട്ട് മതിലിൻ്റെ അതാണ് TV കാണുന്നത്. അപ്പം ഈ ബഹളം എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് ഭയങ്കര അട്ടഹസിച്ച് കുറേ ആണുങ്ങളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ആണുങ്ങൾ ചിരിക്കുന്ന സൗണ്ടാണ്. അപ്പോൾ അവർ ഭയങ്കര അത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ ഒന്നുമില്ല, എപ്പോഴും നമ്മളെപ്പോൾ ഉണർന്നിരിക്കുന്ന ആ സമയത്തൊക്കെ ഈ ബഹളവും അട്ടഹാസവും ഒക്കെ കേൾക്കാം. അപ്പം ഞാൻ ആലോചിക്കും, ഈ പെണ്ണും അവിടെ 3 കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ, പക്ഷേ അത് ആണുങ്ങളുടെ സൗണ്ട്. അവരെയൊന്നും പുറത്ത് കാണാറേ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഒരു 6 മണിയായപ്പം, പിന്നെ 6 മണി തൊട്ട് 7 മണി വരെ തന്നെ നമ്മുടെ പ്രത്യേകിച്ചും എല്ലാ ഇന്ത്യക്കാരുടെ കാര്യം, മലയാളീസിൻ്റെ കാര്യം പ്രത്യേകിച്ചും, ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ. ഒരു 6 മണി തൊട്ട് 7 മണി വരെ നമ്മൾ ഹിന്ദുക്കളാകുമ്പം വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ഒരു സമയത്ത് കുറച്ച് സൈലൻ്റ് ആയിരിക്കും. അത് കാരണം നമ്മൾ അത്രയും സമയം ഭയങ്കരമായിട്ട് 6 മണി തൊട്ട് 7 മണി വരെ TV ഭയങ്കര ഓളിയത്തിൽ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് പറയാം. മുസ്ലിംസ് വീട്ടിൽ ഒരിക്കലും ചെയ്യില്ല. മുസ്ലിംസിൻ്റെ വീട്ടിലും അവർ ആ പ്രാർത്ഥന നിസ്കരിക്കുന്ന സമയമാണ് 6 മണി തൊട്ട് 7 മണി വരെ. അതുപോലെ തന്നെ ഒരു 6 മണി തൊട്ട് 7:30 വരെയൊക്കെ അവർ നിസ്കാര ടൈമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലായാലും അതൊരു സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പം ഈ ഒരു കാറ്റഗറിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു മുസ്ലിംസാണ്. അപ്പം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആ ഒരു സമയത്ത് ഭയങ്കര ഒച്ചപ്പാട്. ഇപ്പോൾ ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദിവസം ഭയങ്കരമായിട്ട് ബഹളം, ഭയങ്കര തെറിയാണ്, ഭയങ്കര ചീത്തവിളിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫുമായിട്ട് ചീത്ത വഴക്കിടുമായിരിക്കും എന്ന് വെച്ചു. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വക്കീലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ എത്തി നോക്കും എന്നുള്ളൊരു മോശമല്ലേ അങ്ങനെ വിചാരിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചതില്ല. അപ്പം മോൻ മുകളിലത്തെ റൂമിലാണ്. അവൻ വന്ന് പറഞ്ഞു, ഭയങ്കരമായിട്ട് അമ്മ അവിടെ ഭയങ്കര സൗണ്ടല്ലോ, ഭയങ്കര ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ അത് കെയർ ചെയ്യേണ്ട, പോയിരുന്നു പഠിച്ചോളാം, ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ദിവസം പോയി. അത് കഴിഞ്ഞിട്ട് ഭയങ്കര കുറേ നേരം ബഹളം വെച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നും ഇതുപോലെ തന്നെ. അപ്പം ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിറ്റേന്നായപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ വേറെ ആണുങ്ങളുണ്ട്. പുറത്ത് ഈ പ്രൊജക്ടർ വെച്ച് തന്നെ ആണുങ്ങൾ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു, കൈയടിക്കുന്നു, അങ്ങനെ ഭയങ്കര. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്താണ്? അവിടെ അകത്ത് ഭയങ്കര ബഹളവും ചീത്തവിളിയും, ആ പെണ്ണിനെ എടുത്തിട്ട് പെണ്ണിൻ്റെ നിലവിളിയും കരച്ചിലും കൊച്ചുങ്ങളുടെ ബഹളം. പുറത്ത് ഈ സിറ്റ് ഔട്ടിൽ ഭയങ്കര ഒറ്റ നില വീടാണ്, ചെറിയ വീടാണ്, ഒരു 3 ബെഡ്റൂം ഹാള് കിച്ചണുള്ള ഒരു ചെറിയ വീടാണ്. അപ്പോൾ അവരുടെ ആ വീടിൻ്റെ ഔട്ട് സൈഡിൽ ഈ ആണുങ്ങൾ ബഹളം വയ്ക്കുന്നു, അവർ TV കാണുന്നു, അങ്ങനെയുള്ളൊരു സംഭവം. അതൊരു 2-3 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദിവസവും അങ്ങനെ തന്നെ അത് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മളവിടെ ആ ഭാഗം എന്ന് പറഞ്ഞൊരു സൈലൻറ്റ് പ്ലേസാണ്. പിന്നെ ആരും ആരുടെ കാര്യങ്ങൾ, ഒരു സിറ്റി അല്ല എങ്കിൽ പോലും ആരും ആരുടെയും കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോകാറില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ, അവരവരുടെ പ്രശ്നങ്ങൾ, അവരവരുടെ ജീവിതം എന്നുള്ള ഒരു കാറ്റഗറിയാണ്. ആ ഒരു സമയത്ത് ഒരു സിറ്റി ലെവൽ പോലെയാണ് നമ്മുടെ ആ ഒരു ഭാഗം ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവരും മതിലൊക്കെ കെട്ടി, എല്ലാവരും മതിൽക്കെട്ടിനുള്ളിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പിന്നെ ഞാനിപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര ബഹളം പെട്ട് ഒരു 7:30 മണിയായി, ഒരു 6 മണി കഴിഞ്ഞു. അപ്പോൾ
ഞാൻ മുകളിൽ ചെന്നു, ഫോൺ ഓൺ ചെയ്തു. ഐഫോൺ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഈ എവിടെ കുറച്ച് ദൂരം വരെ നമുക്ക് സൗണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ വീഡിയോ പിടിച്ചു. അപ്പോൾ പ്രൊജക്ടർ കുറേ ആണുങ്ങൾ അവിടെ നിൽക്കുന്നു. അത് എന്താണ് സൗകര്യം എന്ന് വെച്ചാൽ ഞാനപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പം അവിടെ ആണുങ്ങൾ അവിടെയൊക്കെ ഇരിക്കുന്നു, പിന്നെ ഗ്ലാസ് കുടിക്കുന്നു, കൈ കൊട്ടുന്നു, ചിരിക്കുന്നു. അപ്പോൾ അവിടെ മദ്യസേവ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തേ ആയിക്കട്ടെ, അവരുടെ സ്വന്തം വീട്, അവർ ബഹളം വയ്ക്കുന്ന അവരുടെ ഭാര്യയ്ക്കും മക്കളും അവരുടെ ബന്ധുക്കൾക്ക് ഉണ്ടായിരിക്കുമല്ലോ, നമ്മളെന്തിനാ ഇതിനൊക്കെ അന്വേഷിക്കും? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കഷ്ടമോ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. അത് നല്ല ചിന്താഗതിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചു. കാരണം നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഒരാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരാളുടെ കുടുംബത്തിലേക്ക് കയറി ഇടപെടാൻ പോകണ്ട എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഒരു 4-5 ദിവസം കഴിഞ്ഞു. 4-5 ദിവസം കഴിഞ്ഞ് ഒരു 12 മണി, രാത്രി 12 മണി കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ ഒരു 12:30 ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു. ആ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് അവിടുത്തെ ഇക്കയാണ് വിളിച്ചത്. വക്കീൽ, ഇതെന്തോ ഉറക്കമാണ്, ഇവിടെ ഈ നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് വക്കീൽ കിടന്ന് ഉറങ്ങണോ? അപ്പോൾ എനിക്ക് എന്ത് പ്രശ്നം? അപ്പോൾ എനിക്ക് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ചാടി എഴുന്നേറ്റിട്ട് ഞാൻ ഡോറ് തുറന്നപ്പോൾ എല്ലാ വീടുകളിലും, അപ്പോൾ രാത്രി 1 മണി കഴിഞ്ഞു. രാത്രി 1 മണി, ഞാൻ 12 മണി കഴിഞ്ഞിട്ടാണ് ഉറങ്ങാൻ കിടന്നത് തന്നെ. 1 മണി കഴിഞ്ഞ സമയത്ത് എല്ലാ വീട്ടിലും ലൈറ്റ് ഇട്ടേക്കുന്നത്. അവിടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ 9 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാ ആൾക്കാരും ഉറങ്ങും. ഞാൻ മാത്രമേ വീട്ടിൽ മാത്രമേ ഉള്ളൂ മുകളിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നതും. പിന്നെ നമ്മളൊരു 12 മണിയാകുമ്പോഴേ നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഗാർഡനിലായാലും നമ്മളെ ഗാർഡനിലായാലും നമ്മൾ ലൈറ്റ് ഇട്ടിരിക്കും. രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ട് ഗാർഡനിലും ആ ഒരു ഭാഗത്തും ലൈറ്റ് പോകും. കാരണം കുറച്ച് നീളത്തിലുണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരു വെട്ടമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഉടനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ, അവിടെ ഭയങ്കര പ്രശ്നം. അപ്പുറത്തെ പെണ്ണിനെ എടുത്തിട്ട് അടിച്ച് അവൻ ഇടിച്ച് ശരിയാക്കി എന്ന് പറഞ്ഞു. അവിടെ കുറേ ആണുങ്ങളുണ്ട്, അവിടെ എന്തൊക്കെയോ വേറെ സംതിങ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി കതവ് തുറന്നപ്പോൾ ഫോൺ എൻ്റെ ചെവിയിൽ തന്നെ ഇരിക്കുകയാണ്. അതിൽ പറയണ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പം ഞാൻ നോക്കിയപ്പം ഈ അവിടുത്തെ ആ വീട്ടിലെ അയാൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഭയങ്കര ചീത്ത വിളിക്കുന്നത്, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്തിനാ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അയാൾ എന്തിനാ ചീത്ത വിളിക്കുന്നത്? അപ്പം എന്താണ് അയാൾ ചോദിക്കുന്നത്? അയാളെ ഭാര്യ തിരക്കുവാണ്. അയാളെ ഭാര്യ ഇയാളെ ഇടിച്ച് അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടുകാരോ എന്തോ ആക്രമിക്കാൻ ശ്രമിച്ച് ആ പെണ്ണ് എവിടെയോ ഓടി രക്ഷപ്പെട്ടു. അപ്പം എന്താണ് കാര്യം? ആ പെണ്ണ് അപ്പുറത്തെ വീട്ടിൻ്റെ മതിൽ ചാടി ആ വീട്ടിൻ്റെ സൈഡിൽ ഒളിച്ചിരിപ്പുണ്ട്. ഈ വിളിച്ച ആളിൻ്റെ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട് സൈഡിൽ. അയാൾ പറയുന്നില്ല ആ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന ആരും. നമ്മളെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു NCC കേഡറ്റ് ആയിരുന്നു, കേരളയുടെ സീനിയർ അണ്ടർ ഓഫീസർ ആയിരുന്നു. റിപ്പബ്ലിക് ഡേക്ക് പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഡൽഹിയിൽ പോയിട്ടുണ്ട്, നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻ ആയിരുന്നു. ഇങ്ങനെയുള്ള ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോയ ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്പോർട്സ് പറ്റിയില്ലെങ്കിൽ NCC എന്നും പറഞ്ഞിട്ട് ഞാനിനി പോകാത്തില്ല. അങ്ങനെ ഒരാൾ, നമ്മൾ ഓട്ടവും ചാട്ടവും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഒരിക്കലും ഒരു മതിൽ പെട്ടെന്ന് എടുത്ത് ചാടാൻ പറ്റില്ല. അപ്പോൾ ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് 3 മക്കളുടെ അമ്മയാണ്. അതൊരു സ്പോർട്സ് താരമല്ല, അത് +2 കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ച് വിട്ട ഒരാളാണ്. അപ്പോൾ അവരത് എടുത്ത് ആ മതിലിൻ്റെ അപ്പുറത്തൂടെ ചാടണമെങ്കിൽ എന്തുമാത്രം അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർക്കത് അനുഭവപ്പെട്ട് കാണുമെന്ന് ആലോചിക്കണം. അപ്പോൾ അവർ അത് ചാടി അവിടെ ഒരു മൂലയിൽ, മതിലിൻ്റെ ആ അപ്പുറത്തെ വീടിൻ്റെ മൂലയിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് ചാടിയത് ഇളയ കുഞ്ഞ്, ഒരു 2.5 വയസ്സുള്ളൊരു കുഞ്ഞ് കയ്യിലുണ്ട്. ആ കുഞ്ഞിനെ എടുത്താണ് ചാടിയത്. മൂത്ത കൊച്ചിന് 10 വയസ്സ് കാണും, ഇളയ കൊച്ചിന് ഒരു 6 വയസ്സ്, ഇളയ കൊച്ചിന് 2.5 വയസ്സ് കാണും. അതിനെപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ 3 പെൺകുട്ടികളുള്ള വീടാണ്. അപ്പോൾ ഇവൻ എന്നിട്ട് നടന്നു വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ എന്നെ കണ്ടു പെട്ടെന്ന് ഞാനിങ്ങനെ വാതിലിൽ ഫോണും കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, വക്കീൽ എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ രാത്രി ഇപ്പോൾ 1 മണി, ഇപ്പം സമയം നോക്കിയിട്ട് പറഞ്ഞു 1:10 ആയല്ലോ, 1:10 നിങ്ങളുടെ ഭാര്യ അടുത്ത വീട്ടിലാണോ അന്വേഷിക്കുന്നത്? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമല്ലേ, നമ്മൾ സാധാരണ എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമല്ലേ. അവൻ്റെ ഭാര്യയെ അവൻ അന്വേഷിക്കുന്ന അടുത്ത വീടുകളിൽ അന്വേഷിക്കുകയാണ് 1:10. അവൻ്റെ ഭാര്യയെ അവനെ മര്യാദയ്ക്ക് കാണാതെ പോയെങ്കിൽ അവൻ പോലീസ് സ്റ്റേഷനിലല്ലേ അറിയിക്കേണ്ടത്. അപ്പം അവൻ അടിച്ച് അതിൻ്റെ പ്രാണഭീതി കൊണ്ട് ഓടിപ്പോയതാണ്. അപ്പം മറ്റേ ആൾ കറക്റ്റായിട്ട് പറയുന്നു, എല്ലാ ദിവസവും അവൻ ആ പെണ്ണിനെ അടിച്ച് ആ പെണ്ണ് ഓടി രക്ഷപ്പെട്ടിട്ട് അവളെ ഈ മെറ്റൽ റോഡാണ് നമ്മൾ ബസ് പോണ റോഡിൽ നിന്ന് ജസ്റ്റ് അകത്തേക്കുള്ള 1ാമത്തെയും ഫസ്റ്റ് വീടാണ് എൻ്റെത്. ലെഫ്റ്റും റൈറ്റും ആണ് ഞങ്ങളുടെ ഫസ്റ്റാണ് വീട്. അപ്പോൾ ആ മെറ്റൽ റോഡാണ്. ആ മെറ്റൽ റോഡിൽ കൂടെ അടി കൊണ്ട് വലിച്ചഴച്ച് അവൻ്റെ കൂട്ടുകാരുടെ മുന്നിലേക്ക് ഇടുവാണ്. എൻ്റെ കൂട്ടുകാരവിടെ മദ്യപിച്ചിട്ട് ബോധം കെട്ട് കിടക്കുന്ന അവന്മാരുടെ മുന്നിലേക്ക് ഇടുവാണ്. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളുണ്ട്, 3 പെൺകുട്ടികളാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, മദ്യപിക്കുന്നവർക്ക് എന്താണ് ഭാര്യ ഏതാ, പെങ്ങളേതാ, മകനേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ 3 പെൺകുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഒരു ഭാര്യനെ അവൻ ചെയ്യുന്ന കാര്യമാണ്.
അപ്പം പിന്നെ പിറ്റേന്നൊക്കെ ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അവരെ ആ ലേഡീനെ ഇടിച്ച് നശിപ്പിച്ച് ഫുള്ള് ശരീരമൊക്കെ ഫുള്ള് ബാക്ക് സൈഡ് മുഴുവൻ ഒരു ഭാഗമില്ല ഇടിക്കാത്ത, അവൻ്റെ കരിനീലിച്ച് കിടക്കുമായിരുന്നു. അവനെ ഹോസ്പിറ്റലിലൊക്കെ ആക്കി, പിന്നെ എന്തായാലും കേസൊക്കെ ആക്കി. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം പിന്നീട്